കാർഷിക ജില്ലയാണ് ഇടുക്കി, സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാട്. ഇടുക്കിയിലെ ഏലം തോട്ടങ്ങളിൽ നിന്നും ഈയിടെ പുറത്തുവന്ന വാർത്തകൾ ഏവരെയും ഞെട്ടിക്കുന്നതാണ്. കാസർഗോട്ടിലെ കശുമാവിൻ തോട്ടങ്ങൾ പോലെ ഇടുക്കിയിലെ ഏലം തോട്ടങ്ങളും എൻഡോസൾഫാൻ പിടിയിലാണ് എന്നാണ് വാർത്തകൾ. ഇടുക്കി ജില്ലയിലെ സെന്റ് തോമസ് LP സ്കൂൾ തങ്കമണിയിലെ കുട്ടികൾ അവരുടെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ജാഗരൂകരായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് സ്വാഗതം ചെയ്യാം സെന്റ് തോമസ് LP സ്കൂൾ തങ്കമണിയെ വേദിയിലേക്ക്. സെന്റ് തോമസ് LP സ്കൂൾ തങ്കമണിയിൽ ഞങ്ങൾ എത്തിയപ്പോൾ കണ്ട കാഴ്ചയിലേക്ക്. ഹൈറേഞ്ചിൽ നീന്തൽ അറിയാത്ത ഒരു ഹെഡ് മാസ്റ്റർ തൻ്റെ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് തൻ്റെ ഗതി വരരുത് എന്ന ശാഠ്യത്തിൽ എന്ത് വില കൊടുത്തും അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുവാൻ തീരുമാനിക്കുന്നു. തമാശയെന്ന് തോന്നിയേക്കാം ചിലർക്കെങ്കിലും, എന്നാലല്ല. കളിയും ചിരിയും കുറുമ്പും ഒരൽപ്പം കാര്യവുമായി നിങ്ങൾക്ക് മുന്നിലെത്തുന്നു സെയിന്റ് തോമസ് LP സ്കൂൾ. ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിൽ നിന്ന് 18 കിലോമീറ്റർ അകലെയുള്ള ഇരട്ടയാർ കഴിഞ്ഞു വരുന്ന തങ്കമണി എന്ന സ്ഥലത്താണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. അധ്യാപകർ 8, വിദ്യാർത്ഥികൾ 267. പരിമിതികളെ വെല്ലുവിളികളായി ഏറ്റെടുക്കുന്ന ഒരു കുഞ്ഞു സ്കൂളിന്റെ കഥ ഇവിടെ ആരംഭിക്കുകയാണ്. സെന്റ് തോമസ് LP സ്കൂളിൽ നടക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട്. അപ്പം ഇന്ന് ജൂറിയുടെ മുൻപിലാകെ അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? കായിക വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റ് ഞങ്ങൾ കഴിഞ്ഞ വർഷം ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായി കുട്ടികളിൽ കായികശേഷി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾ, ഏറ്റവും പ്രധാനമായിട്ടും ഞങ്ങൾ കേന്ദ്രീകരിച്ചത് കുട്ടികളുടെ ആത്മവിശ്വാസം വളർത്തുന്നതിന് വേണ്ടി മുഴുവൻ കുട്ടികളെയും സൈക്ലിംഗ് പരിശീലിപ്പിക്കുക. അതുപോലെ തന്നെ കുടിയേറ്റത്തിൻ്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി 50 വർഷം പൂർത്തീകരിച്ച കഴിഞ്ഞ വർഷം ഞങ്ങളൊരു ഏറുമാടം, ഒരു ഓപ്പൺ എയർ ക്ലാസ് ഒരു മരത്തിൻ്റെ മുകളിൽ ഞങ്ങളുണ്ടാക്കി. കുട്ടികൾ കൊണ്ട് അധ്യാപകർ ഏറുമാടത്തിന് മുകളിൽ പോയി ഇരുന്ന് ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. പരിസര ശുചീകരണത്തിനെ ലക്ഷ്യമാക്കി ഞങ്ങൾ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ പണികൾ ഈ അടുത്ത ആഴ്ചയോടെ പൂർത്തിയാകുകയുള്ളൂ. അതിന്റെ പ്രാരംഭഘട്ടങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. അടുത്തതായി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായുള്ള ആശയവിനിമയമാണ്. ആദ്യമായി RVG സർ, നിങ്ങളുടെ അവിടെ ഒരു സ്മാർട്ട് ക്ലാസ് റൂം ഉണ്ടോ? ഉണ്ട് അല്ലേ? അതിനകത്ത് എന്താ നടക്കുന്നത്? സ്മാർട്ട് ക്ലാസ്സിൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവരെ കമ്പ്യൂട്ടർ സഹായത്തോടെ പഠിപ്പിക്കുന്നതാണ്. സ്മാർട്ട് ആക്കാനുള്ള ക്ലാസ് റൂമാണ്. പിന്നോക്കം നിൽക്കുന്നവരെ സ്മാർട്ട് ആക്കാൻ. അതിനാണോ എന്താ ഇതിന് സ്മാർട്ട് എന്ന് പറയുന്നത്? നല്ല പേരല്ലേ? ആണോ? പിന്നോക്കം നിൽക്കുന്നവർക്ക് മാത്രമേ അതുകൊണ്ട് എല്ലാവർക്കും ഉണ്ട്. അപ്പം മോൾ അതിനകത്ത് പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു? കമ്പ്യൂട്ടറിലാണ് ഞങ്ങൾക്ക്. കമ്പ്യൂട്ടറിൽ അക്ഷരങ്ങൾ എഴുതി പഠിക്കുകയും പടം വരയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അക്ഷരം എഴുതാൻ പഠിക്കാനാണോ? അത് കമ്പ്യൂട്ടറിലൂടെയാണോ പഠിച്ചത്? അതിനു മുമ്പേ അക്ഷരം അറിയാമായിരുന്നു? അക്ഷരം ആദ്യം പഠിച്ചിട്ട് ശേഷമാണ് കമ്പ്യൂട്ടർ ഉപയോഗിച്ചത് അല്ലേ? അത് ശരി. അപ്പോൾ കമ്പ്യൂട്ടർ അക്ഷരം പഠിക്കാൻ അല്ല, പക്ഷെ എഴുതാം കമ്പ്യൂട്ടറിലൂടെ അല്ലേ? പേരെഴുതാൻ അറിയാം കമ്പ്യൂട്ടറിൽ? ഇംഗ്ലീഷിലും മലയാളത്തിലും? ഇംഗ്ലീഷിൽ പേരെഴുതാൻ. മലയാളത്തിൽ എഴുതാനുള്ള സംഗതി ഉണ്ടോ അതിനകത്ത്? ഇല്ല അല്ലേ? കമ്പ്യൂട്ടറിൽ ഗെയിംസ് ഒക്കെ ഉണ്ടോ? ഉണ്ട്. എന്തൊക്കെ ഗെയിംസാണ് കളിക്കാറ്? എന്താണ്? എന്താ അതിൻ്റെ കളി? അത് എങ്ങനെയാ അതിന്റെ കളി? ബൈക്ക് റേസിംഗ് വെച്ചിട്ട് നല്ല സ്പീഡിൽ ഓടിക്കുക. ഫിനിഷ് ആകുന്നത് എന്താ കളിയാണോ നമ്മളാണോ ഫിനിഷ് ആകുന്നത്? വണ്ടി അങ്ങ് ഇടിക്കും അല്ലേ? ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും സ്റ്റാർട്ട് കൊടുക്കാം അല്ലേ? അങ്ങനെ എത്ര തവണ സ്റ്റാർട്ട് ചെയ്യും? ഒരു കളിക്കാൻ പോകുമ്പോ ഒരു ആണോ? അതാണ് അതിന്റെ അപകടം. ജീവിതത്തിൽ ഒരു സ്റ്റാർട്ടേ ഉള്ളൂ. വണ്ടി ഇടിച്ചാലേ പിന്നെ നമുക്ക് റീസ്റ്റാർട്ടിന് പ്രൊവിഷൻ ഇല്ല കേട്ടോ. ഈ അധ്യാപകർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന സംഗതിയാണ് ഇത്. യാതൊരു കാരണവശാലും കുട്ടികളുടെ ഇതൊരു ഹരമാക്കാൻ പാടില്ല. സ്പീഡ് ഹരമാക്കുക, ക്രാഷ് ചെയ്താൽ പിന്നെ റീസ്റ്റാർട്ട് ഉണ്ട്,
എന്നുള്ള ആ ഒരു ചിന്തയെ കുട്ടികൾക്ക് ഉണ്ടാകാൻ പാടില്ല. റീസ്റ്റാർട്ട് ഇല്ല എന്നുള്ളതാണ് അവർ പഠിക്കേണ്ടത് കേട്ടോ. അത് കമ്പ്യൂട്ടർ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഗെയിം മേനിയ ഉണ്ടാകാതിരുന്നാൽ മതി. തങ്കമണി സ്കൂളിന് ഈ LSS പരീക്ഷ എഴുതിയ 1ാം ഘട്ടം വിജയിച്ച 8 പേരും ജയിച്ചു അല്ലേ? നല്ലൊരു വിജയ ശതമാനമാണ്. കുട്ടികൾക്ക് എന്തെങ്കിലും പ്രത്യേകമായ കോച്ചിങ് കൊടുക്കുന്നുണ്ടോ സ്കോളർഷിപ്പ് പരീക്ഷ എഴുതാൻ വേണ്ടി? സ്കോളർഷിപ്പ് പരീക്ഷ മുൻ വർഷങ്ങളിലെ ചോദ്യക്കടലാസുകൾ കുട്ടികൾക്ക് കൊടുക്കുകയും അത് പരിചയപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇതിന്റെ തുടക്കം മുതലേ? 4ാം ക്ലാസ് തുടക്കം മുതലില്ല, അവരെ ആദ്യത്തെ ഒരു ടൈം പരീക്ഷയുള്ളൂ. പരീക്ഷയ്ക്ക് ശേഷം അതിന്റെ മുൻപന്തിയിൽ നമ്മൾ നിശ്ചിത ശതമാനം മാർക്ക് കിട്ടുന്ന കുട്ടികൾക്ക്. സുവർണക്കുട്ടി, നിങ്ങൾക്കെല്ലാം ചെടിച്ചട്ടി ഉണ്ടോ? എന്നിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ അകത്ത് ചെടിയൊക്കെ നട്ടു. എങ്ങനെ, വെറുതെ നടുവോ? എങ്ങനെയാണ്, വെറുതെ വെച്ചാൽ മതിയോ ചെടിച്ചട്ടിയിൽ? ചെടിച്ചട്ടി കിട്ടിയാൽ ആദ്യം എന്ത് ചെയ്യും? ആദ്യമേ മണ്ണൊക്കെ ഇളക്കി. എവിടുന്നാണ് മണ്ണെടുക്കുന്നത്? മണ്ണ് അതിനകത്ത് തന്നെ കിടപ്പുണ്ട്. അതിനകത്ത് തന്നെ ഇട്ടാണോ തരുന്നത്? എന്നിട്ട് അതിൽ ചെടി വെച്ചാൽ മാത്രം മതി? എന്ത് എളുപ്പ. എന്നിട്ട് സുവർണ എന്ത് ചെടിയാ വെച്ചത്? ഞാൻ 10 മണി 5 മണി 10 മണി എന്താണ് നടുന്നത്? അതിന് തൈയാണോ നടുന്നത്, അതോ ഇലയാണോ നടുന്നത്, പൂവാണോ നടുന്നത്? തൈയാണോ നട്ടത്? എന്നിട്ട് ആരാണ് തൈ തന്നത്? വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ? പിന്നെ എന്തെങ്കിലും വേറെന്തെങ്കിലും ചെടി, പൂ നട്ടാൽ കിളുക്കുന്ന ചെടികൾ വല്ലതും അറിയാമോ? കേട്ടില്ല. പൂവ് നട്ടാൽ, തൈ അല്ലാതെ നമ്മൾ കമ്പ് വെട്ടി നടില്ലേ ചില തൈകളൊക്കെ, അങ്ങനത്തെ എന്തെങ്കിലും അറിയാമോ? അങ്ങനത്തെ റോസ. ആ, മിടുക്കി. പിന്നെ ഇല വെച്ചാലോ? ഏതെങ്കിലും ചെടിയുടെ ഇല വെച്ചാൽ കിളുക്കോ? ഇല്ല. അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ലേ ടീച്ചർ? പിന്നെ വേറെന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? കാക്കയെക്കുറിച്ച് കവിത പഠിച്ചിട്ടുണ്ടോ? കാക്കയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എന്ത് കവിതയാണ് പഠിച്ചത്? ചെറിയ പാട്ടാണോ പഠിച്ചത്? പാട്ട് പഠിച്ചിട്ടുണ്ട്. ഈ നാടിൻ്റെ ചരിത്രം പഠിപ്പിക്കാൻ അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടോ കുട്ടികൾക്ക്? തങ്കമണിക്ക് കേരള ചരിത്രത്തിലുള്ള ഒരു പ്രാധാന്യമൊക്കെ അറിയാമോ? ആദ്യത്തിനറിയാമോ? പഴയ കാര്യങ്ങൾ ഞങ്ങൾ കുട്ടികളെ അധികം ഓർമ്മിപ്പിക്കാറില്ല. നിങ്ങളുടെ സ്കൂളിൽ വളരെ വ്യത്യസ്തമായ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ഈ 8 അധ്യാപകരെ വെച്ചിട്ട് എങ്ങനെയാണ് ഈ സ്കൂളിൻ്റെ നടത്തിപ്പ്? നിങ്ങൾ ഈ ഭരണകാര്യക്ഷമത എന്നുള്ളിടത്ത് ഈ വലിയ സ്കൂളുകൾക്കുള്ളത് എല്ലാം ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ശ്രദ്ധാപൂർവമാണ് ഇത് ഫില്ല് ചെയ്തതെന്ന്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, സാറിൻ്റെ അഭിപ്രായത്തിൽ ഭരണകാര്യക്ഷമത എന്നുള്ളതിൽ നിങ്ങളുടെ സ്കൂൾ വേറിട്ട് നിൽക്കുന്ന എന്ത് പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ? ഞങ്ങളുടെ സ്കൂളിൽ ഇപ്പോൾ ഒരു മെയിൽ ടീച്ചറും ബാക്കിയുള്ള 7 ലേഡി സ്റ്റാഫും ഉള്ളത്. എങ്കിലും ഞങ്ങളുടെ സ്കൂൾ സപ്പോർട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്ന പൂർവ്വ വിദ്യാർത്ഥികളെയും അതുപോലെ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആളുകളെ സ്കൂൾ സപ്പോർട്ട് ഗ്രൂപ്പ് എന്ന നിലയ്ക്ക് അവരെ ഞങ്ങൾ ചേർത്തിട്ടുണ്ട്. ആ SSGയുടെ അംഗം എന്ന നിലയ്ക്ക് ഒരു ദിവസം ഒരു ആളെങ്കിലും എപ്പോഴും സ്കൂളിലുണ്ടാവും, വരികയും സഹായിക്കുകയും ചെയ്യും. എല്ലാ പ്രവർത്തനങ്ങളിലും PTA മുഴുവൻ സഹകരണങ്ങളും ഉണ്ടാവാറുണ്ട്. ഏത് പ്രവർത്തനത്തിന് ആവശ്യപ്പെട്ടാലും PTA അംഗങ്ങളോ SSG അംഗങ്ങളോ മാതൃസംഘം അംഗങ്ങളോ വരും, അവർ സഹായിക്കുകയും ചെയ്യും. ഇപ്പോൾ ഹെഡ്മാഷ് അസംബ്ലി പറഞ്ഞു നിങ്ങൾ വളരെ എന്താണ് ശ്രദ്ധിക്കണം അല്ലേ, നാവ് കൊണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു ദിവസം എൻ്റെ പല്ല് എന്നോട് പറഞ്ഞു, നാവേ നീ സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ എനിക്കാ അതിൻ്റെ കുഴപ്പം. ആരാ പറഞ്ഞത്? പല്ല്. ആരോടാ പറഞ്ഞത്? നാവിനോട്. അതായത് നാവല്ലേ സംസാരിക്കുക. അപ്പം നാവ് ശ്രദ്ധിച്ച് സംസാരിച്ചില്ലെങ്കിൽ കുഴപ്പം വരിക എനിക്കാണ്, നീ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞു. എന്താ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? ഇപ്പോൾ ഹെഡ്മാഷ് അസംബ്ലി പറഞ്ഞു തന്നിട്ടുണ്ടത്. ഇപ്പോൾ നമ്മളെല്ലാവരും കണ്ടതാണ്. ശരി, ഈ കഥകളൊക്കെ നിങ്ങൾ സ്കൂളിൽ പോയിട്ട് ക്ലാസ്സിൽ നിന്ന് ചോദിച്ച് എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ശ്രദ്ധിച്ച് പറഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവരുടെ നടി കിട്ടിയ ഇവിടുത്തെ അടി കിട്ടിയ പല്ല് പോവും. നമ്മളെ പേരെന്തായിരുന്നു? അലീന.
നിങ്ങളിവിടെ ഇരിക്കുന്ന കുട്ടികളിൽ ആർക്കെങ്കിലും ഏതെങ്കിലും പ്രത്യേക മത്സരത്തിൽ താല്പര്യം, ഓട്ടം, ചാട്ടം? ഇപ്പം നിങ്ങൾ അടുത്ത കാലത്ത് നിങ്ങളുടെ ജില്ലയിലെ ഒരു പെൺകുട്ടിക്ക് ഏറ്റവും വലിയ ഏഷ്യാഡിൽ സ്വർണ്ണ മെഡൽ കിട്ടി, ആരായിരുന്നു? എനിക്ക് അല്ലല്ല, ഇപ്പോൾ ഏഷ്യാഡിൽ കിട്ടിയ ആർക്കാ സ്വർണ്ണപ്പതക്കം? നിങ്ങളുടെ ജില്ലയാ, അറിഞ്ഞൂടെ? പത്രവാർത്തകളൊക്കെ ദിവസം രാവിലെ ഇവിടെ വായിക്കുന്നുണ്ടല്ലോ, അത് വായിച്ചില്ലേ? രാജിവെച്ചു. നിങ്ങളുടെ ജില്ലയ്ക്ക് അത് വളരെ പ്രധാനമാണ്. ഒരു പെൺകുട്ടി ഒരു പിന്നോക്ക ജില്ലയിൽ ഏഷ്യയിൽ ഒന്നാമതായിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങളുടെ അവിടെ എഴുതി വെക്കണ്ട, അറിഞ്ഞുകൂടാ? ആർക്കും അറിഞ്ഞുകൂടാ? തിരിച്ച് എന്നാ പറഞ്ഞാൽ നോക്കണം. പോട്ടെ, ഇടുക്കി ജില്ലയിലെ പ്രസിദ്ധരായ കായിക താരങ്ങൾ 1-2 പേരുടെ പേര് പറയാമോ? PT ഉഷ ഒഴിച്ച് മിക്കവാറുമുള്ള പ്രധാനപ്പെട്ട കായിക താരങ്ങളെല്ലാം ഇടുക്കിയിൽ നിന്നാണ്, അല്ലേ? അതറിഞ്ഞിരിക്കണം കേട്ടോ. തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആദ്യം അത് ചെയ്യണം. നിങ്ങളുടെ കേരളത്തിൻ്റെ പ്രശസ്തി ലോകമെമ്പാടും പരത്തുന്നത് നിങ്ങളുടെ ജില്ലയിൽ നിന്നുള്ള പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളാണെന്നുള്ള കാര്യം ഓർത്തോണം, ആൺകുട്ടികൾ പോലുമല്ല. ആ മരത്തിൻ്റെ മുകളിലെ ക്ലാസ് മുറി ഇല്ലേ, ഞാൻ കണ്ടു, വളരെ ശ്രദ്ധിക്കുകയായിരുന്നു. താഴെ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണോ മരത്തിൻ്റെ മുകളിലെ ക്ലാസ് മുറി? ഞാൻ മെഡിക്കന്മാരോട് ചോദിക്കണം, ആ ക്ലാസ് മുറി കണ്ടിട്ടുണ്ടോ? അവിടെ കയറി പോയിട്ടുണ്ടോ? എന്തിനാണ് അവിടെ ക്ലാസ് മുറി വെച്ചിരിക്കുന്നത്? അവിടെ കയറുമ്പോൾ എന്ത് തോന്നി? ഭയം തോന്നിയോ? കുറച്ച് ഭയം തോന്നി. പിന്നീടോ, രണ്ടാമത് കയറിയപ്പോഴോ? പിന്നെ ഇല്ലായിരുന്നു. ആ ക്ലാസ് മുറി അവിടെ പണിതിരിക്കുന്നുണ്ടല്ലോ ഭയം മാറാനാണ്, താഴെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടല്ല. കുട്ടികൾക്ക് എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്? ധൈര്യം ഉണ്ടാവാനാണ്. അടുത്തതായി സെന്റ് തോമസ് LP സ്കൂളിന്റെ ഗ്രേഡ് അറിയാനുള്ള സമയമാണ്. സെന്റ് തോമസ് LP സ്കൂളിന് നമ്മുടെ ജൂറി പാനൽ നൽകിയിരിക്കുന്ന സ്കോർ 76.2 ഔട്ട് ഓഫ് 100.